ഫാമിലി മൂവി, ത്രില്ലിംഗ് മൂവി, മസ്റ്റ് വാച്ച്. അപ്പോൾ നമസ്കാരം. അപ്പോൾ വീണ്ടും ഒരു കിടില ഒരു സിനിമ, അതായത് വലുതായിട്ട് എനിക്ക് തോന്നുന്നു ആരും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. നല്ല അടിപൊളി ഒരു സിനിമ നമ്മുടെ റിലീസായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലുക്മാൻ അവറാനൊക്കെ മെയിൻ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിട്ടുള്ള, അതേപോലെ തന്നെ സണ്ണി വെയിനും ഒക്കെയുള്ള, ഹരിശ്രീ അശോകൻ എല്ലാവരും അഭിനയിച്ചിട്ടുള്ള നല്ല ഒരു കിടില ഒരു ത്രില്ലർ മൂവി അല്ല, ഒരു ഫാമിലി മൂവി എന്ന് തന്നെ പറയാം. ഇപ്പം കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പടത്തിൻ്റെ റിവ്യൂ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമേ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഏകദേശം ഒരു 10-40 പേര് മാത്രം ഒതുങ്ങുന്ന ഒരു സംഖ്യ മാത്രമേ സിനിമയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. സിനിമ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഇപ്പം ഒരു പേഴ്സണലി നോക്കുമ്പോഴത്തേക്ക് എൻ്റെ ഫാമിലിയിൽ തന്നെ, ഇപ്പം നിങ്ങളിപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഇതൊരു സ്പോയിലർ അല്ല എങ്കിൽ തന്നെ ട്രailer-ൽ കണ്ടതുപോലെ ഏകദേശം നമുക്ക് ആ ഒരു ഇൻസിഡൻറ്റ് ഒരു സസ്പെൻസ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആണ്. ആ ഒരു നമ്മുടെ ഒരു ട്രailer-ൽ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പിന്നെ ഇസ്ലാമിക സാഹചര്യമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു രീതിയിൽ പോണ ഒരു കഥയാണ്. എങ്കിൽ തന്നെ നമുക്ക് കുറേ ഉൾക്കാഴ്ചകളും കാര്യങ്ങളും എല്ലാം തരുന്ന ഒരു സിനിമയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതൊരു റിയൽ ഇൻസിഡൻറ്റ് സ്റ്റോറിയാണ്. അപ്പം നമ്മുടെ ഇതിൻ്റെ ഈ ഒരു പടം ഒരു നവാഗതനായ സംവിധായകൻ്റെ ഒരു സിനിമയാണെന്നുണ്ടെങ്കിൽ തന്നെയും ഒരു നല്ലൊരു രീതിയിൽ ത്രില്ലിംഗ് ആയിട്ടുള്ളതും, അതേപോലെ അത്യാവശ്യം നല്ല രീതിയിൽ ഹാർട്ട് ടച്ചിങ് ആയിട്ടും നല്ല രീതിയിൽ ആ ഒരു കഥ പോയിട്ടുണ്ട്. അപ്പം നവാസ് സുലൈമാൻ എന്ന് പറയുന്ന ഒരു പുതുമുഖ സംവിധായകനാണ്. എനിക്ക് തോന്നുന്ന പുള്ളിയുടെ ഇൻ്റർവ്യൂവിൽ എനിക്ക് തോന്നുന്ന സൺവി ബെയിനും അതേപോലെ തന്നെ നമ്മുടെ ലുക്മാൻ അവറാനും ഒക്കെ ആയിട്ടുള്ള ആ ഒരു ഇൻ്റർവ്യൂവിൽ പുള്ളി ഈ ഒരു സിനിമയ്ക്ക് മുമ്പ് അങ്ങനെ സിനിമാക്കാരുമായിട്ട് ഇടപെടിയിട്ടുള്ളൂ. അപ്പോൾ പുള്ളിയുടെ ഒരു ഫസ്റ്റ് ഒരു സംഭവമാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഹരിശ്രീ അശോകനൊക്കെ നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സിനിമാറ്റോഗ്രാഫിയും എനിക്ക് തോന്നുന്ന പുതുമുഖമാണെന്ന് തോന്നുന്നു. എങ്കിൽ തന്നെ നല്ല രീതിയിൽ ശരിക്കും ഒരു ഖബർ, ഞങ്ങളുടെ ഇസ്ലാമിക പ്രകാരം ഖബർ എന്നൊക്കെ പറയുമ്പോൾ 6 അടി മണ്ണിൽ ഒരു സൈഡ് ചരിച്ച് ആണ് കിടത്തുന്ന, വളരെ ഒട്ടും സ്പേസ് ഉണ്ടാവത്തില്ല. അപ്പം നമുക്ക് മുന്നോട്ടുള്ള നമ്മുടെ ഈ ഒരു ജീവിതത്തിലെ മരണവും ഇതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സിനിമയുടെ അവസാനം തന്നെ അറിയാം. ഞാൻ കുറേ സ്പോയിലർ ആയതുകൊണ്ട് പറയുന്നില്ല. അപ്പം സിനിമയ്ക്ക് ആൾ വളരെ കുറവായിരുന്നു, തിയേറ്ററുകളും കിട്ടാനില്ല. വളരെയധികം ഇപ്പോൾ കൊല്ലത്താണെന്നുണ്ടെങ്കിൽ 2 ഷോയാണ് ഓടുന്നത്. കൊല്ലത്ത് നമ്മുടെ രമ്യ തിയേറ്ററിൽ, ഇപ്പോൾ ഞാൻ രമ്യ തിയേറ്ററിൽ ഇരുന്ന് അത്രയും നല്ലൊരു സിനിമ ആയതുകൊണ്ടാണ് ഇവിടെ ഇരുന്ന് തന്നെ ഞാൻ ആ ഒരു റിവ്യൂ ഇടുന്ന. സാധാരണ എല്ലാ സിനിമകളും കാണുന്ന ഒരു സിനിമാ പ്രേമിയാണ്. അപ്പം നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിലോട്ട് ഈ ഒരു സിനിമ എത്തണമെന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാൻ ഈ ടർക്കിഷ് തർക്കം എന്ന് പറയുന്ന സിനിമ കണ്ടത്. അപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ നമ്മുടെ പിന്നെ ലുക്മാൻ അവറാനൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ക്യാമറാമാൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ 5 അടി 6 അടി ആ ഒരു ഹൈറ്റിൻ്റെ ആ ഒരു റേഞ്ചൊക്കെ, ആ ഒരു ഫ്രെയിമൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ഒരു കുറച്ച് ഈ പറയുന്നത് പോലെ ഖബർ സീനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതും നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫാമിലിക്ക് എന്തുകൊണ്ടും ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള, ഇപ്പോൾ എനിക്ക് തന്നെ ഒരുപാട് രംഗങ്ങളിൽ അത്യാവശ്യം രീതിയിൽ കണ്ണ് നിറയുന്ന രംഗങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ സെൻറ്റിമെൻറ്റ്സ് നല്ലൊരു രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ എസ്പെഷ്യലി പറയേണ്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്കൊരു അത്യാവശ്യം ഒരു എൻഗേജിങ് ആയിട്ട്, അതായത് പടം ഇൻ്റർവെൽ വരെ, ഇൻ്റർവെല്ലിൽ ഏകദേശം എനിക്കൊരു 1 മണിക്കൂറേ ഉള്ളൂ. ഈ പറയുന്ന ഒരുപാട് ഒരു വലിച്ചു നീട്ടലോ ഒന്നുമില്ലാതെ പെട്ടെന്ന് നമുക്ക് ഒരു കുറച്ച് നേരം കൂടെ സിനിമ ഇൻ്റർവെല്ലിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ തോന്നുന്നുള്ള രീതിയിൽ ഷോർട്ട് ആൻഡ് ക്രിസ്പായിട്ട് തന്നെ ഇൻ്റർവെല്ലിൽ അവസാനിച്ചു. അതിനുശേഷം പടവും പെട്ടെന്ന് ഏകദേശം 2 മണിക്കൂർ ഉള്ളൂ മൂവി ഉള്ളൂ. എങ്കിൽ തന്നെ വളരെ അധികം നല്ലൊരു രീതിയിൽ അവർ അത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് നന്നായിട്ടുണ്ടായിരുന്നു. ഇൻട്രോ ഒരു സോങ് വരുന്നതും അതേപോലെ തന്നെ ഇൻട്രോ കഴിഞ്ഞിട്ടുള്ള സോങ് ആണെന്നുണ്ടെങ്കിലും മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള, ഇപ്പോഴത്തെ ഒരു മ്യൂസിക് മലയാള സിനിമയുടെ മ്യൂസിക്കൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയുള്ള മ്യൂസിക് തന്നെയായിരുന്നു. പിന്നെ ആ ഒരു ഖബറൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് ആ ഒരു പഴുതാരയൊക്കെ പോണ ഷോട്ടുകളുണ്ട്. പിന്നെ ഇടിയിലൊരു വ്യത്യസ്തത ഞാൻ കണ്ടു. അതൊക്കെ നിങ്ങൾ ഈ സിനിമയിൽ ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് നിങ്ങൾ നേരിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കൂ. കാര്യം എന്ന് പറഞ്ഞാൽ ഫൈറ്റിനകത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഈ പറയുന്ന പോലെ നമ്മൾ മൈന്യൂട്ടായിട്ടുള്ള ഒരു കാര്യങ്ങൾ വരെയും ശ്രദ്ധിച്ചിട്ടുണ്ട്. പല ഫൈറ്റ് സീനുകളിലും പലരും ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളും ആ ഫൈറ്റിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഡയറക്ടറുടെ ബ്രില്യൻസ് ഒക്കെ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു മലയാള സിനിമയ്ക്ക് ഉയർന്നു വരുന്ന അത്യാവശ്യം പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ തന്നെയാണ് നമ്മുടെ നവാസ് സുലൈമാൻ.
അതേപോലെ തന്നെ ഒരു നമുക്ക് പിന്നെ നായികയും അത്ര മോശമൊന്നുമല്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലുക്മാൻ അവറ നല്ല രീതിയിൽ അഭിനയിച്ചു. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഒരു കബറിൽ കിടക്കുന്ന ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്, ആ ഒരു വീർപ്പുമുട്ടൽ കിട്ടുന്നുണ്ട്. അപ്പം വലിയ ഒരു പടങ്ങൾക്കിടയിൽ, ഒരുപാട് വലിയ വലിയ പടങ്ങൾക്കിടയിൽ ഇറങ്ങിയ അത്യാവശ്യം നല്ല എൻഗേജിങ്ങും അതേപോലെ തന്നെ ത്രില്ലിങ്ങും ആയിട്ടുള്ള അത്യാവശ്യം നല്ല രീതിയിൽ മ്യൂസിക്കുള്ള ഫാമിലിക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം ഞാനിപ്പോൾ ഒരു ഇസ്ലാം മത വിശ്വാസി ആയതുകൊണ്ട് നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട്, ഞാൻ മതത്തിൻ്റെ കാര്യങ്ങളൊന്നും കൂടുതൽ പറയുന്നില്ല, ശരിക്കും സത്യമായിട്ടുള്ള കാര്യങ്ങൾ, ശരിക്കും പുള്ളിക്കാരൻ ഒരു മുസ്ലിം ആയതുകൊണ്ട് തന്നെ ആയിരിക്കും നമ്മളെ ഈ ഒരു കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ അതിനകത്ത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും പല പഴയ മലയാള സിനിമകളാണെന്നുണ്ടെങ്കിലും നമ്മൾ നോക്കുമ്പോൾ ഇസ്ലാമികപരമായിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരുപാട് തെറ്റുകൾ കാണാറുണ്ട്. പക്ഷേ ഇത് കറക്റ്റ് ആ ഒരു ഇതിൽ കറക്റ്റായിട്ടുള്ള ആ ഒരു ടെമ്പോയിൽ തന്നെ അത് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ റിലീജിയസ് ആയിട്ടുള്ള കാര്യത്തിനെ കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. എന്തൊക്കെയായാലും നല്ലൊരു മൂവി. പിന്നെ നമ്മുടെ ലുക്മാനൊക്കെ നല്ല രീതിയിൽ കസറിയിട്ടുണ്ട്. നമ്മുടെ അതേപോലെ തന്നെ സണ്ണിയും വെയും വരുന്നുണ്ട്. നമ്മുടെ ഹരിശ്രീ അശോക നല്ല ആക്ടിങ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു മാമാടെയൊക്കെ ഒരു ഇത് തോന്നി. ശരിക്കും ഒരു റിയൽ ഇൻസിഡൻറ്റ് സ്റ്റോറിയാണ്. അതേപോലത്തെ ഉള്ള നമുക്കൊരു ഒന്ന് ചിന്തിക്കാൻ പറ്റുന്നതും അതേപോലെ തന്നെ നമുക്ക് നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു പടമാണ്. അപ്പം പടത്തിന് ഒരു ഏകദേശം ഒരു 40ഓളം പേരേ ഉള്ളൂ. അപ്പം നമ്മളെ കൊല്ലത്ത് ധന്യ തിയേറ്ററിലാണ് സിനിമ ഓടുന്നത്. അപ്പം ഇപ്പം ഷോ കഴിഞ്ഞിട്ടാണ് ഒരു 10-40 പേരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പോയിട്ട് ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടി സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒന്ന് റിവ്യൂ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കണക്കത്തെ കൊച്ചു പടങ്ങളും വിജയിപ്പിക്കേണ്ടുള്ളത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ്. ശരിക്കും ഈ ഒരു ഇൻഡസ്ട്രി എനിക്കറിയാം. ശരിക്കും ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, ജസ്റ്റ് നിങ്ങൾക്ക് ഒരു സംഭവമല്ലാതെ ഈ ഒരു വീഡിയോ എടുക്കാനാണെങ്കിൽ ഞാൻ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൈ അടിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഒരു സിനിമയുടെ ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എത്രയോ ദിവസം എത്രയോ ഇത് പിന്നെ ആൾക്കാർ കഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് നമ്മൾ സിനിമ കണ്ടാലും മോശം സിനിമയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ റിവ്യൂ പറയാത്തത്. ഒരാഴ്ച ഇപ്പം ഒരു പടം ഒരാഴ്ച ഈ പറയുന്നത് പോലെ ഏത് പടം പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ റിവ്യൂ ഒന്നും ഇല്ലല്ലോ, മൗത്ത് പബ്ലിസിറ്റിയിലല്ലേ കയറിപ്പോണം. അതുകൊണ്ടാണ് ചെയ്യാത്ത. പക്ഷേ ഈ ഒരു സിനിമയ്ക്ക് ഞാൻ റിവ്യൂ ചെയ്യുന്നതിൻ്റെ കാര്യം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് കൊടുത്താൽ പോരാ, വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ഷോയും കൂടുതൽ തിയേറ്ററും ഈ ഒരു സിനിമയ്ക്കും കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ സിനിമ എടുത്തവർക്കാണെന്നുണ്ടെങ്കിലും പറയുന്ന ഡയറക്ടറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു രീതിയിൽ പുതുമുഖ സംവിധായകൻ എന്നുള്ള ആ ഒരു ലേബൽ വരാതെ തന്നെ അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഹാൻഡിൽ എടുത്തതുപോലെ തന്നെ ചെയ്തിരിക്കുന്നുണ്ട്. അപ്പം തിയേറ്റർ ബൈ. നമ്മളെ ജീവവായുവാണ് സിനിമ. ജീവവായു എന്നല്ല, നമ്മുടെ ഏറ്റവും വലിയ ഒരു എൻ്റർടൈൻമെൻറ്റിൽ ഒന്നാണ്. മനസ്സ് റിലാക്സ് ചെയ്യുന്നതാണ്. അപ്പോൾ നല്ലൊരു മൂവി, ഫാമിലി മൂവി, ത്രില്ലിംഗ് മൂവി, മസ്റ്റ് വാച്ച്.